ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്നറിയാമോ? കൺമുന്നിലുള്ള സങ്കീർണമായ ഒരുപാട് വിവരങ്ങളെ, ഡാറ്റയെ എങ്ങനെയാണൊരു വിജയതന്ത്രമാക്കി മാറ്റിയെടുക്കുന്നത്? ശരി, നമുക്കിതിന്റെ ഉള്ളറകളിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാം. അപ്പോ ഇതാണ് നമ്മുടെ മുന്നിലുള്ള പ്രധാന ചോദ്യം. എങ്ങനെയാണ് ഒരു വിജയതന്ത്രം ശരിക്കും ഉണ്ടാക്കിയെടുക്കുന്നത്? വെറുതെ പുറമേ കാണുന്ന കാര്യങ്ങൾ മാത്രമല്ല, അതിന്റെ പിന്നിലെ കൃത്യമായ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് നോക്കാം. ഈ വലിയ ആശയങ്ങളൊക്കെ നമുക്ക് തൽക്കാലം മാറ്റിവെക്കാം. ഒരു യഥാർത്ഥ ഉദാഹരണം വെച്ച് തന്നെ തുടങ്ങാം, അല്ലേ? കേരളത്തിലെ വയനാട്ടിലുള്ള സുൽത്താൻ ബത്തേരി എന്ന ഈ നിയമസഭാ മണ്ഡലത്തെയാണ് നമ്മളിവിടെ പഠനവിധേയമാക്കുന്നത്. നമ്മൾ ഈ 5 ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോകാൻ പോകുന്നത്. ഡേറ്റയുടെ കുത്തൊഴുക്കിൽ തുടങ്ങി ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കി, തന്ത്രത്തിനൊരു ഘടന നൽകി, അത് പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവന്ന് ഒടുവിൽ ഒരു നിർണായക തീരുമാനത്തിലെത്തുന്നതുവരെ. അപ്പോ 1-ാം ഘട്ടം, ഡാറ്റയുടെ കുത്തൊഴുക്ക്. ഏതൊരു നേതാവിനും ചുറ്റും എപ്പോഴും ഒരുപാട് വിവരങ്ങളുണ്ടാകും, പലതരം ശബ്ദങ്ങളുണ്ടാകും. ഈ രാഷ്ട്രീയ കോലാഹലങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ശരിയായ കാര്യങ്ങൾ മാത്രം വേർതിരിച്ചെടുക്കുന്നത്? അതാണ് ആദ്യത്തെ പടി. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു മണ്ഡലമെന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ ലോകം തന്നെയാണ്. പലതരം മനുഷ്യർ, അവരുടെ വർഷങ്ങളായുള്ള പരാതികൾ, ആ നാടിന്റെ ചരിത്രം, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, ഇവയെല്ലാം ചിതറിക്കിടക്കുകയാണ്. ഇതിനെയെല്ലാം എങ്ങനെ ഒരുമിപ്പിക്കും? അപ്പോ ഈ ചിതറിക്കിടക്കുന്ന വിവരങ്ങളെയൊക്കെ എങ്ങനെ ഒരുമിപ്പിക്കും? അതാണ് നമ്മുടെ 2-ാം ഘട്ടം, ഒരു രാഷ്ട്രീയ ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കിയെടുക്കൽ. ഈ ആശയക്കുഴപ്പങ്ങൾക്കെല്ലാം ഒരു ക്രമം നൽകുന്നത് ഇവിടെയാണ്. ദാ നോക്കൂ, സുൽത്താൻ ബത്തേരിയിലെ സാമൂഹിക ഘടന ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം വിഭാഗങ്ങളുടെ ഒരു ഏകദേശ അനുപാതം അറിയുന്നത് തന്ത്രം രൂപീകരിക്കുന്നതിന്റെ ആദ്യപടിയാണ്. ഈ ഒരു സംഖ്യ പ്രത്യേകം ശ്രദ്ധിക്കുക, 19.3%. ഇത് വെറുമൊരു കണക്കല്ല. സുൽത്താൻ ബത്തേരി ഒരു സംവരണ മണ്ഡലമാണ്. അതുകൊണ്ടുതന്നെ അവിടത്തെ പട്ടികവർഗ ജനസംഖ്യ തെരഞ്ഞെടുപ്പ് ഫലത്തെ നിർണ്ണയിക്കുന്നതിൽ എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് ഈ കണക്ക് നമുക്ക് കാട്ടിത്തരുന്നു. ഇനി കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലെ വോട്ട് വിഹിതം നോക്കൂ. UDFും LDFും തമ്മിൽ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് എപ്പോഴും നടക്കുന്നത്. വിജയത്തിന്റെ മാർജിൻ വളരെ ചെറുതാണ്. അതായത് ഓരോ ചെറിയ വോട്ട് വ്യത്യാസവും ഇവിടെ വളരെ വലുതാണ്. കണക്കുകൾക്കപ്പുറം ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ദാ ഇതിലുണ്ട്. കുടിവെള്ളം, മോശം റോഡുകൾ, റേഷൻ കാർഡ് കിട്ടാനുള്ള താമസം, പിന്നെ വയനാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നായ വന്യമൃഗങ്ങളുടെ ആക്രമണം. ഇവയാണ് അവരുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങൾ. നമ്മുടെ ഭരണഘടന ഓരോ പൗരനും ഉറപ്പു നൽകുന്ന അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശത്തിന്റെ ഭാഗമാണ് ഈ അടിസ്ഥാന സൗകര്യങ്ങൾ. പൊതുസമൂഹത്തിലെ സംവാദങ്ങൾ ഈ വിഷയങ്ങളെ കേന്ദ്രീകരിച്ചാവണം. ഇതുവരെ നമ്മൾ എന്താണ് പ്രശ്നം എന്ന് കണ്ടു. റോഡ് മോശമാണ്, വെള്ളം കിട്ടുന്നില്ല എന്നൊക്കെ. ഇനി നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകുകയാണ്. അതായത് എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നതിലേക്ക്. അതിനൊരു ടൂളുണ്ട്, റൂട്ട് കോസ് മാട്രിക്സ്. ഇത് വെറുമൊരു ചാർട്ടല്ല, പ്രശ്നത്തിന്റെ ലക്ഷണങ്ങൾക്കപ്പുറം അതിന്റെ യഥാർത്ഥ വേരിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ളൊരു മാർഗമാണിത്. ഇത് തന്ത്രപരമായ തീരുമാനങ്ങളെടുക്കാൻ അത്യാവശ്യമാണ്. അപ്പോ ഈ വിശകലനം കഴിഞ്ഞപ്പോൾ കിട്ടിയ ചില പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗൾഫിൽ നിന്ന് മടങ്ങിവന്നവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ക്ഷേമ പദ്ധതികളോടുള്ളൊരു തരം മടുപ്പ്, പിന്നെ വിലക്കയറ്റം. ഇതെല്ലാം ജനങ്ങളുടെ വോട്ടിംഗ് രീതിയെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ഘടകങ്ങളാണ്. ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി രസകരമാകുന്നത്. നമ്മളൊരു പുതിയ ചിന്താ ചട്ടക്കൂട് പരിചയപ്പെടാൻ പോവുകയാണ്, ചതുർമുഖ സിദ്ധാന്തം. ഈ കണ്ടെത്തിയ വിവരങ്ങളെയെല്ലാം എങ്ങനെ ഒരു പ്രവർത്തന പദ്ധതിയാക്കി മാറ്റാമെന്നതിനുള്ള ഒരു വഴികാട്ടിയാണിത്. ഇത് വളരെ ലളിതമായി കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ശിവൻ ആക്രമണത്തിന്റെ പ്രതീകമായി എതിരാളികളുടെ തന്ത്രങ്ങളെ പ്രതിരോധിക്കുന്നു. വിഷ്ണു സ്ഥിരതയുടെ പ്രതീകമായി ഭരണനേട്ടങ്ങൾ ഉയർത്തിക്കാട്ടുന്നു. ബ്രഹ്മാവ് പുതിയ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. ദുർഗ ദുർബലരായവരെ സംരക്ഷിക്കുമെന്ന ഉറപ്പ് നൽകുന്നു. ശരി, ഇത്രയും ഉൾക്കാഴ്ചകൾ നമുക്ക് കിട്ടി. ഇനി ഇത് വെച്ചെന്തു ചെയ്യും? എങ്ങനെയാണ് ഇതൊരു കൃത്യമായ പ്രചരണ പദ്ധതിയായി മാറുന്നത്? അതാണ് 4-ാം ഘട്ടം. ഇവിടെയാണ് സൂക്ഷ്മമായ ആസൂത്രണം വരുന്നത്. എല്ലാവർക്കും ഒരേ സന്ദേശം കൊടുക്കുന്നതിൽ അർത്ഥമില്ല. യുവാക്കളോട് സംസാരിക്കാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു. സ്ത്രീകളിലേക്കെത്താൻ വീടുകളിലെ ഫോറങ്ങൾ. ആദിവാസി സമൂഹത്തോട് അവരുടെ രീതിയിലും ഭാഷയിലും സംസാരിക്കുന്നു. ഓരോ വിഭാഗത്തിനും വേണ്ടത് എന്താണോ അത് കൃത്യമായി നൽകുന്നു. പ്രചാരണത്തിൽ വെറും വാക്കുകൾ പോരല്ലോ. നടപ്പിലാക്കാൻ കഴിയുന്ന, ജനങ്ങൾക്ക് നേരിട്ട് ഗുണം ചെയ്യുന്ന 3 പ്രധാന കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. കുടിവെള്ളം, റോഡ്, ആരോഗ്യം. വളരെ വ്യക്തമായ വാഗ്ദാനങ്ങൾ. അങ്ങനെ നമ്മൾ അവസാന ഘട്ടത്തിലേക്ക്, 5-ാം ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഇത്രയും വിശകലനങ്ങളും ഡേറ്റയുമെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരൊറ്റ നിർണായകമായ തീരുമാനത്തിലേക്കാണ്. ഇവിടെയാണ് ആ വലിയ ചോദ്യം വരുന്നത്. നിലവിലുള്ള MLAയെ നിലനിർത്തണോ അതോ മാറ്റണോ?
ഒരു വശത്ത് അദ്ദേഹത്തിന്റെ ശക്തി, അതായത് 2 തവണ ജയിച്ച ഗോത്രവർഗത്തിൽ നിന്നുള്ള പരിചയസമ്പന്നനായ നേതാവ്. മറുവശത്ത് നിയമപരമായ പ്രശ്നങ്ങൾ, ജനവിശ്വാസത്തിൽ വന്ന കുറവ് തുടങ്ങിയ ദൗർബല്യങ്ങൾ. എന്തു തീരുമാനമെടുക്കും? അപ്പോ ഇത്രയും ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ എന്തായിരിക്കും തീരുമാനം? വളരെ വ്യക്തം, പുതിയൊരു മുഖം. ഇത് വ്യക്തിപരമായൊരു തീരുമാനമല്ല, മറിച്ച് ഡേറ്റയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു തന്ത്രപരമായ നീക്കമാണ്. വർദ്ധിച്ചുവരുന്ന നോട്ടാ വോട്ടുകളും അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ചുള്ള പരാതികളും ഒരു ഭരണവിരുദ്ധ വികാരത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. അത് മറികടക്കാൻ ഒരു പുതിയ മുഖം ആവശ്യമാണ്. ഇവിടെയാണ് വിവരങ്ങളുടെ സ്വകാര്യതയും മുഖ്യമാകുന്നത്. ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ശേഖരിക്കുമ്പോൾ അവരുടെ സമ്മതത്തോടെയും ഇന്ത്യയുടെ ഡാറ്റാ സംരക്ഷണ നിയമങ്ങൾ പാലിച്ചുമാണത് ചെയ്യേണ്ടത്. അപ്പോ തീരുമാനമെടുത്തു. ഇനി മുന്നോട്ടുള്ള വഴി എന്താണ്? അതും വളരെ വ്യക്തമാണ്. കളങ്കമില്ലാത്ത ഒരു പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക, ക്ഷേമവും വികസനവും പ്രധാന വിഷയമാക്കുക, താഴെത്തട്ട് വരെ എത്തുന്ന പ്രചാരണം നടത്തുക, പിന്നെ മുന്നണിയുടെ ഐക്യം ഉറപ്പാക്കുക. വിജയത്തിലേക്കുള്ള വഴി ഇതാണ്. ഈയൊരു വിശകലനം നമ്മളെല്ലാവരെയും ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിനു മുന്നിൽ നിർത്തുന്നുണ്ട്, അല്ലേ? ഡേറ്റ നമുക്ക് ശരിയായ വഴി കാട്ടിത്തരും, സംശയമില്ല. പക്ഷേ ആ വഴിയിലൂടെ നടക്കാൻ, പ്രത്യേകിച്ച് ഇത്തരം കഠിനമായ തീരുമാനങ്ങൾ എടുക്കാൻ ഒരു നേതാവിന് വേണ്ടത് വെറും ഊഹങ്ങളല്ല, മറിച്ച് ഡേറ്റ നൽകുന്ന വ്യക്തതയിൽ നിന്നുള്ള ധൈര്യമാണ്.